പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ 400 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയും. 34 ബ്ലോക്കുകളായാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 200 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയമാണിത്. ഫ്ളാറ്റുകളിൽ നിന്നും പ്രതിദിനം ഉണ്ടായേക്കാവുന്ന 2 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ സാധ്യമാകുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടെയുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കും. DBOT അടിസ്ഥാനത്തിലുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. ലൈഫ് മിഷൻ ഫ്ലാറ്റിലെ അവിടുത്തെ ജനങ്ങളും നമ്മളും നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ്. ആ പരിഹാരത്തിന് വേണ്ടി നിർമ്മിക്കുന്ന STPയുടെ നിർമ്മാണോദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞു. നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 3,34,00,000 രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ മാതൃകാ പ്രോജക്റ്റിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. DBOT മാതൃകയിലാണിത് നിർമ്മിക്കുന്നത്. നമുക്ക് STPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഉള്ള ഒരു പ്രയാസം, ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ മിഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് STPകൾ DBOT നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ മാതൃകയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ DBOT മാതൃകയിൽ ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രോജക്റ്റാണ്. DBOT എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിർമ്മിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല ആളുകൾക്ക്, അത് പ്രവർത്തിപ്പിച്ച് നല്ല രീതിയിൽ കൈമാറാനുള്ള ബാധ്യത കൂടി ഈ പദ്ധതിയിൽ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി സസ്റ്റൈനബിൾ ആവും എന്ന കാര്യത്തിൽ തർക്കമല്ല, ഗുണപരമാവും എന്ന കാര്യത്തിൽ തർക്കമല്ല. ഈ ഫ്ലാറ്റിലെ നിലവിലെ പ്രശ്നത്തിനൊരു ആവുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ നസീർ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ K ഉണ്ണികൃഷ്ണൻ, അമ്പിളി മനോജ്, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, കൗൺസിലർമാരായ KC ഷാഹുൽ ഹമീദ്, പത്തത്ത് ആരിഫ്, CP ഷർലിജ, സാറ സലീം, N അജിത, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി, മുനിസിപ്പൽ എഞ്ചിനീയർ നിശാന്ത്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിക്ക് 3,36,00,000 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. എറണാകുളം ആസ്ഥാനമായുള്ള അക്വാടെക്നിക് കമ്പനിക്കാണ് നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല. ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ വളപ്പിനകത്തെ ചാലിലൂടെയും റോഡിലൂടെയും മലിനജലം ഒഴുകുന്നത് വലിയ പ്രശ്നമാണ്. മലിനജലം സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പാലൂർ തൈപ്പുയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.